ഇപ്പോഴത്തെ ഫേമസ് ഇഷ്യൂ മറ്റേ മൃണാളിൻ്റെ ഹോട്ടൽ ഇഷ്യൂ ആണല്ലോ. ഈ ഹോട്ടൽ ഇഷ്യൂവിൽ ആൾക്കാരെ പ്രതികളെ കണ്ടിരിക്കുന്നതുകൊണ്ട് ആൾക്കാരെന്ത് മണ്ടന്മാരാണെന്നാണ്. എന്തിനു മണ്ടത്തരമാണ് പറയുന്നത്. ഒരാളൊരു ഹോട്ടൽ തുടങ്ങി ആ ഹോട്ടലിൽ അയാൾക്ക് ഇഷ്ടമുള്ളൊരു സ്ട്രാറ്റജിയാണ് ഒരു ഫോളോ ചെയ്യുന്നത്. നമുക്കെല്ലാം സെപ്പറേറ്റ് മേടിക്കാന്നുള്ള രീതി എന്ന് വെച്ചാൽ ഈ മറ്റേ ജനകീയ ഹോട്ടലിൽ കിട്ടും പോലെ 20 രൂപയുടെ ഊണിൻ്റെ കൂടെ എല്ലാം കൊടുക്കുന്ന രീതിയല്ല. ഒരു ഡേസി റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് ചോറ് പ്രത്യേകിച്ച് മേടിക്കാം, കറികൾ ഓരോന്ന് പ്രത്യേകിച്ച് മേടിക്കാം. അപ്പോൾ ഈ ഫുള്ളൊരു സദ്യയായിട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ജസ്റ്റ് ചോറും അവർക്ക് ഇഷ്ടമുള്ളൊരു അച്ചാറോ അവർക്ക് ഇഷ്ടമുള്ള എന്ത് കറി വേണോ മേടിക്കാം, എത്ര കറി വേണോ മേടിക്കാം. ആ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ഒക്കെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവിടെ പോയിരുന്നാൽ പോരെ. ഒരു പണി പൂട്ടി പോകണോ, അല്ലെങ്കിൽ ആ ബിസിനസ് മോഡൽ മാറ്റി എല്ലാവരും കൊടുക്കുമ്പോൾ എല്ലാ കറിയും കൊടുത്ത് അതിനൊരു വില ഇടണം. അത് ഇവിടെ തന്നെയാണ് അവരെ കട, അവർക്ക് ഇഷ്ടമുള്ളവരെ കൊടുത്താൽ പോരെ. നിങ്ങൾ വേണമെങ്കിൽ പോയി അവിടെ നിന്ന് മേടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കണ്ട. നിങ്ങളാരും നിർബന്ധിച്ചൊന്നും കഴിപ്പിക്കുന്നുണ്ടല്ലോ. കുറേ കമൻറ്റ് കണ്ടായിരുന്നു ആൾക്കാർ പറയണേ ഈ ബിസിനസ് മോഡൽ നാടിന് ഹാനികരമാണ്, ഈ ബിസിനസ് മോഡൽ നാടിന് പ്രശ്നം ഉണ്ടാക്കുന്നൊരു ബിസിനസ് മോഡലാണ്. എടാ എന്നാൽ നിങ്ങൾ പോയി കഴിക്കണ്ട. കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തടയുക. അവിടെ ഒരു പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് പോയിരിക്കുക. ഈ ബാറിൻ്റെ മുമ്പിലൊക്കെ ആൾക്കാരിരിക്കില്ലേ, ഈ ബാറ് നാടിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. അതേപോലെ മൃണാളിൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ എല്ലാവരും ഇരിക്കുക, ഒരു പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് ഈ ഹോട്ടൽ ഇവിടെ വന്ന ഈ നാട്ടിൽ മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞ്. അങ്ങനെ കോടതി വല്ല ഇടപെട്ട് നിർത്തട്ട്. ചുമ്മാ ഓരോ ഹെയ്റ്റ് ക്യാമ്പയിൻ. ഒരാളൊരു ഹോട്ടലൊരു പ്രസ്ഥാനം തുടങ്ങുന്നു, അതിനെതിരെ അയാൾ പണ്ടെന്തോ അയാൾ ഫുഡ് റിവ്യൂർ ആണല്ലോ, ഫുഡ് റിവ്യൂർ ആയതുകൊണ്ടായിരിക്കും ഈ പ്രശ്നം. നിങ്ങളും പോയി ഫുഡ് കഴിക്കും, ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കൊണ്ടുവന്ന് റിവ്യൂ ഇട്. നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല എന്നിട്. പ്രശ്നമുള്ള എല്ലാവരോടും അങ്ങനെ ഇട്ടാൽ പോരെ. പുള്ളി നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് മോശമാണെന്ന് പറഞ്ഞു, ആ ദേഷ്യം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളും ഫുഡ് കഴിച്ചിട്ട് മോശമാണെന്ന് പറ. അതിനൊന്നും പ്രശ്നമില്ലല്ലോ. ആ റിവ്യൂ കണ്ട ആൾക്കാരും പോയി കഴിച്ചില്ലെങ്കിൽ മൃണാളിൻ്റെ നഷ്ടം. അത് അത്രയല്ലേ ഉള്ളൂ. അല്ല നിങ്ങൾക്ക് അവിടെ ഈ രീതിയിൽ കൊടുക്കാൻ പറ്റൂല, അവിടെ ആരും പോയി തിന്നല്ല്, ഇങ്ങനെയൊക്കെ പറയാൻ എന്തേലും ന്യായമുണ്ട്. പിന്നെ ഒരാൾ ഏറി കയറുമ്പോൾ എല്ലാവരും കൂടെ ഏറ്റുപിടിക്കും. കാരണം വ്യൂസ് ആണല്ലോ എല്ലാത്തിലും, യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാത്തിലും വ്യൂസ് ആണല്ലോ പ്രധാനം. ഒരാൾ ഏറി നിൽക്കുമ്പോൾ എന്ത് ട്രോൾ ഇട്ടാലും അയാൾക്കെതിരെ എന്ത് റിവ്യൂ ഇട്ടാലും വ്യൂസ് കയറും എന്ന് എല്ലാവർക്കും നല്ലപോലെ ഒരു ക്രൗഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോ ഇടുന്നു, ആ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നു. അതാണ് എല്ലാവരും ചെയ്യുന്ന പരിപാടിയെന്ന് ക്ലിയർ ആയിട്ട് എല്ലാ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ ആ ഹോട്ടലിൽ പോയി ജെന്യൂൻ ആയിട്ട് ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ റിവ്യൂ ഇടുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഒരു ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഈച്ച കണ്ട് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നെങ്കിൽ മോശമായെന്ന് ഇടുക, അത്രേ ഉള്ളൂ. അതിന് പേരിൽ ഹോട്ടൽ നിർത്തണം, ഹോട്ടൽ അടച്ചു പൂട്ടണം. ഇപ്പം നിങ്ങൾക്ക് വൃത്തിയില്ലെന്ന് തോന്നി, ഫുഡ് സേഫ്റ്റി അതോറിറ്റി അറിയിക്കുക. അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് വൃത്തിയില്ലെങ്കിൽ അവർ ഹോട്ടലിൽ പൂട്ടിക്കോളും. ഇപ്പം നിങ്ങൾക്ക് അവിടെ പോയിട്ട് കഴിക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് ക്വാണ്ടിറ്റി കുറവായിട്ട്, നിങ്ങൾക്ക് വലിയ ക്വാണ്ടിറ്റി വേണ്ട ആളാണ്, നിങ്ങൾക്ക് ഫുഡ് ചെറിയ വിലയ്ക്ക് വലിയ ക്വാണ്ടിറ്റി കിട്ടണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു ഹോട്ടലിൽ പോയി കഴിക്കുക. ഞാൻ അതിൻ്റെ റേറ്റ്സ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പം പല AC റെസ്റ്റോറൻറ്റിലുള്ള സെയിം റേറ്റ് തന്നെയാവും. പിന്നെ മൃണാൾ പുള്ളിയുടെ എന്തോ ബിസിനസ് പോയിന്റാണ് ഈ സാധാരണക്കാർക്ക് വേണ്ടി എന്ന് പുള്ളി ഒരു 5-6 തവണ ഒരു വീഡിയോ പറയും. പുള്ളി എന്തോ ബിസിനസ് സ്ട്രാറ്റജി ട്രൈ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോട്ടലിൽ പോയി കഴിക്കണ്ട. താല്പര്യമുള്ളവർ പോയി കഴിക്കട്ടെ, താല്പര്യമുള്ളവർ കഴിക്കാതിരിക്കട്ടെ. അത് അത്രയേ ഉള്ളൂ. ഇത്രയും ഹെയ്റ്റിൻ്റെയോ ഇത്രയും കൂട്ടം ചേർന്ന് ഒരാളെ ആക്രമിക്കേണ്ട കാര്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഹോട്ടലിൽ നിർത്തിക്കണമെന്ന് ഇത് കണ്ട് ഈ കുറേ പേര് ഈ വാലത്തൂങ്ങി വരുന്ന ആൾക്കാരുണ്ടല്ലോ, പക്ഷെ അവരൊക്കെ ഇതുകൊണ്ടൊരു ഗുണമില്ല. അവർ ചുമ്മാ ഇവൻ്റെ ഒരു ബഹുമാനം ഇല്ല, ഇവൻ്റെ ഹോട്ടലിൽ പൂട്ടിക്കണം എന്നും പറഞ്ഞ് വരുന്നവരെ കാണുമ്പോഴാണ് സഹതാപം എന്ന് പറയുന്നത്. അവർക്കിത് എന്തിൻ്റെ കേടാണ്. അവർക്ക് വല്ലതും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ പോയി കഴിച്ചു പോകും. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം, നിങ്ങൾക്കൊരു സന്തോഷം ആണെങ്കിൽ ചെയ്തോ, അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ചെയ്യണതാണ്. ഓക്കെ, അപ്പം ശരി.